ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വലിയ ടി വികൾ മേടിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. 50 ഇഞ്ച്, ഇതൊരു 55 ഇഞ്ച് ടി വി, പാനാസോണിക്കിൻ്റെ ടി വിയാണ്. ഇതിൻ്റെ പാനൽ പോയിട്ട് ഇപ്പോൾ മാറി വെച്ചിരിക്കുന്നതാണ്. ഇതാണ്ട് ഇവിടെ ഒരു 55 ഇഞ്ച് എൽ ജി ഇരിപ്പുണ്ട്. അതും പാനൽ പോയതാണ്, അതും പാനൽ മാറി വെച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത്രയും വലിയ ടി വിയുടെ പാനൽ മേടിക്കുമ്പോൾ ഒരു 20,000-നും 30,000-നും ഇടയ്ക്കാണ് ഈ പാനലിൻ്റെ വില. ഇപ്പോൾ സോണിയുടെ പാനലാണ്, സോണി ഉപയോഗിക്കുന്ന ടൈപ്പ് പാനലാണ് ഇപ്പോൾ ഇതിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അത്രയും വിലയുള്ള പാനൽ നമ്മൾ കൈകാര്യം ചെയ്തിട്ട് പൊട്ടാതെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് കസ്റ്റമറെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അല്ലെങ്കിൽ ഈ എൽ ജി സൂക്ഷിച്ചിരിക്കുന്ന പോലെ അതിൻ്റെ കൂടുണ്ടെങ്കിൽ, ആ കൂട് ഉണ്ടെങ്കിൽ നമുക്കിത് സേഫായിട്ട് വെക്കാൻ പറ്റും. ട്രാൻസ്പോർട്ടിങ്ങിലും കുഴപ്പം വരികയില്ല, അല്ലെങ്കിൽ ഇത് പൊട്ടാം. അതുകൊണ്ട് എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക, വലിയ ടി വി മേടിക്കുന്നതുകൊണ്ട് ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ പാക്കിംഗ് കേസ്, ഇത് ഒറിജിനലായിട്ട് കമ്പനി തന്നിരിക്കുന്ന ആ പാക്കിംഗ് കേസ്, അതിൻ്റെ അകത്തെ തെർമോക്കോള്, എല്ലാ സാധനങ്ങളും അകത്തിട്ട് പല്ലിയോ പാറ്റയോ ഒന്നും കയറാതെ അതിൻ്റെ ഹോളെല്ലാം ഒന്ന് ഇൻസുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ടി വിക്ക് നാളെ കംപ്ലൈൻറ്റ് വരുമ്പോൾ നമുക്ക് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങോട്ട് വരുമ്പോൾ പാനൽ പോയി വന്നാലും അങ്ങോട്ട് പോകുമ്പോൾ പുതിയ പാനലിട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഡാമേജ് ആകാൻ പറ്റില്ല. ഇത് ഡാമേജ് ആയ ആരും ഏക്കത്തുമില്ല, പൈസ പോവുകയും ചെയ്യും. ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയാൽ ഞങ്ങളുടെ പൈസ പോവും, നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയാൽ നിങ്ങളുടെ പൈസ പോവും. ആരുടെ ആണെങ്കിലും പൈസ പോയാൽ നമുക്ക് സങ്കടമാണല്ലോ. അതുകൊണ്ടാണ് വ്യക്തമായിട്ട് ഞാൻ പറയുന്നത്, പാക്കിങ് കളയരുതെന്ന് ഞാൻ എപ്പോഴും പറയും. ഒരു 32 ഇഞ്ച് ടി വി ആണെങ്കിലും പാക്കിങ് കളയരുത്. സാധാരണ ടി വി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിക്ചർ ടു ടി വി പഴയതാണെങ്കിൽ ഒരു കുഴപ്പമില്ല, അത് ഗ്ലാസ് ആണ്, അതിനൊരു കുഴപ്പം വരിക. അപ്പോൾ ഇതൊന്ന് ഓണാക്കി കാണിക്കാം. ഇത് നമ്മൾ പാനൽ മാറിയതാണ്. ഇത് സോണിയിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് പാനലാണ് ഇട്ടിരിക്കുന്നത്. പാനാസോണിക്കിൻ്റെ നല്ല കട്ടിയുള്ള പാനലാണ്. ലിക്വിഡുള്ള പാനലൊന്നുമല്ല. ഇതേ കിടന്ന പാനൽ കുറഞ്ഞ പാനലായിരുന്നു. അതൊരു 22 രൂപ 23 രൂപ റേഞ്ചിലുള്ള പാനലൊക്കെയാണ് അത് വരുന്നത്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും സോണിയയിൽ വരുന്ന കനം കൂടിയ പാനലാണ്. അതിനൊരു 30 രൂപ താഴെ അടുത്തൊക്കെ വില വരുന്നുണ്ട്. പല പാനലിനും പല വിലയാണ്. പിന്നെ നമുക്ക് അഴിച്ച് കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇത് 4K ആണ്. 4K പാനലിന് വീണ്ടും വില കൂടും. അപ്പോൾ അങ്ങനെ പല വില വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ വില നമുക്ക് കൃത്യമായിട്ടൊരു പാനലിൻ്റെ പറയാൻ പറ്റില്ല. സെറ്റ് അഴിച്ച് കഴിയുമ്പോൾ അതിനകത്തുള്ള ഇതേ പറയാൻ പറ്റുള്ളൂ. ഏകദേശം പറയുമ്പോൾ 20-നും 30-നും ഇടയ്ക്ക് ഒരു 55 ഇഞ്ച് ടി വി നമ്മൾ പാനൽ മാറുമ്പോൾ നമുക്ക് ഉണ്ടാവും. ഞാനൊരു ഇതുപോലെ ഇച്ചിരി മെത്തിലൊരു ചാനൽ ഇതാണ് സെറ്റ്. അപ്പോൾ അത് ഫൈനായിട്ടുണ്ട്. ഇതിപ്പോൾ സൂക്ഷിക്കാനുണ്ടാകുന്ന ഞങ്ങളുടെ ഒരു ബുദ്ധിമുട്ടാണ്. ഇത് പൊട്ടാതെ ഇവിടെ സൂക്ഷിക്കണം, കസ്റ്റമർ വരുന്നതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റുകൾ മാറി വെച്ചാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ വന്ന് കൈപ്പറ്റണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്.